ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂരാണ് ചേരുന്നത്. വിഷയം കൊൽക്കത്തയിലെ ഈ ബലാത്സംഗ കൊലപാതകമാണ്. ഡോക്ടറെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം തുടരുകയാണ്. കേന്ദ്ര സർക്കാരിന് നേരെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ എന്ന പ്രശ്നത്തിൽ പ്രധാന ആവശ്യം ഡോക്ടർമാർ ഉന്നയിച്ചിട്ടും ഒരാഴ്ചയായിട്ടും ഒരു ഉറപ്പും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ ബംഗാളിലാകെ മമതാ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. കാരണം ഇത് കൈകാര്യം ചെയ്ത രീതി, അവിടുത്തെ ക്രമസമാധാന നില ആകെ തകർന്ന സാഹചര്യം. വിഷ്ണു, വളരെ വേഗത്തിൽ അവിടെ രാവിലെ മഴയുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുടയൊക്കെ പിടിച്ച്, അത്ര പതിവുള്ളൊരു കാഴ്ചയല്ല, കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് വിഷ്ണു രാവിലെ അവിടെ. എന്താ ദില്ലിയിലെ സ്ഥിതി? അതുപോലെ കൊൽക്കത്ത ആ നിലയിൽ വളരെ അശാന്തമായി നിൽക്കുകയാണോ? വലിയ പ്രതിഷേധം മമതാ സർക്കാർ നേരിടുന്നോ? വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പ്രശ്നം മോദി സർക്കാരും അനുഭവിക്കുന്നുണ്ടോ? ശരത്ത്, തീർച്ചയായിട്ടും രാവിലെ തന്നെ വലിയ മഴയാണ് ദില്ലിയിൽ അനുഭവപ്പെടുന്നത്. ദില്ലിയിലും ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലും ശക്തമായിട്ടൊരു മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇത് നമുക്കും അത്ര പരിചയമില്ലാത്തൊരു കാലാവസ്ഥയാണ്. കാരണം കഴിഞ്ഞൊരു 40 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ശക്തമായിട്ടുള്ള മഴയൊക്കെ ദില്ലിയിൽ രേഖപ്പെടുത്തുന്നത്. എന്തായാലും കൊൽക്കത്തയെ സംബന്ധിച്ച് വലിയ തലത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. കാരണം ഈ ഒരു ഡോക്ടറെ കൊലപാതകത്തിന് പിന്നാലെ ഇവർക്ക് സുരക്ഷ ഉൾപ്പെടെ ഉറപ്പ് നൽകണം, കൃത്യമായിട്ടൊരു അന്വേഷണം നടപ്പാക്കി പ്രതികളെ ഉടൻ പിടികൂടണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുകയും ചെയ്യും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ സ്വമേധയാ ഒരു കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ പിന്നിൽ ഇത്രത്തോളം വലിയ പ്രതിഷേധം ഉയരുന്നു എന്നതാണ് വസ്തുത. ദില്ലിയിലടക്കം, രാജ്യതലസ്ഥാനത്തടക്കം വിവിധ ആശുപത്രികളിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ടാണ് ഡോക്ടർമാർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ശക്തമായിട്ടൊരു പ്രതിഷേധം ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ ഇവിടെ ഡോക്ടർമാർ സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഏതായാലും CBI അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മമതാ സർക്കാർ ചില നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അത് മുൻ പ്രിൻസിപ്പളായിരുന്ന RJ ഖർ ഹോസ്പിറ്റലിൻ്റെ, മെഡിക്കൽ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെതിരെയാണ് അത്തരത്തിലൊരു അന്വേഷണം. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. ശരി വിഷ്ണു, ഇതിൻ്റെ ഒരു ദേശീയ രാഷ്ട്രീയ സാമൂഹ്യ പ്രാധാന്യമാണ് വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചത്. നമുക്കറിയാം, ഒറ്റ വാചകത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ഏറ്റവും വേദനയുണ്ടായ നിർഭാഗ്യകരമായ സംഭവമാണ് വന്ദനാദാസിൻ്റെ മരണം. അതേ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ വലിയ ആശങ്കയാണ് വന്നത്. ആശങ്ക വന്ന സമയത്ത് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വിധത്തിൽ നിലനിന്ന നിയമത്തെ പൊളിച്ച് അതിൽ ഭേദഗതി കൊണ്ടുവന്ന് അതിശക്തമായ നിലയിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിലേക്ക് സംസ്ഥാന നിയമസഭ നിയമം പാസാക്കി മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഒരാഴ്ചയായി രാജ്യത്തെ ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകർ സമരം ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ ഒരു ഉറപ്പും കൊടുക്കുന്നില്ല. ബംഗാളിൽ മമതാ സർക്കാരിനെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. അഭിഭാഷകരൊക്കെ കോടതി നടപടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. വളരെ ശക്തമായ സമരം, പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നിലയിൽ അവർ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഈ നിലയിലാണ് വിഷയം രാജ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്.